ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡിസ്കൗണ്ട് ബ്രോക്കറായ സറോദയുടെ ഡിമാറ്റ് അക്കൗണ്ട് എടുത്തവർക്ക് മൊബൈൽ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും സഹായിക്കുന്ന മൊബൈൽ ആപ്പാണ് സറോദ കൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമായി നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള സറോദ കൈറ്റ്സ് എന്ന് പറഞ്ഞ മൊബൈൽ ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കറിയാം ഇത്തരത്തിലാണ് മെയിൻ ഇന്റർഫേസ് വരുന്നത്. അപ്പോൾ വളരെ ഇതാ ഇവിടെ കാണിക്കുന്നുണ്ട് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള കൈറ്റ്സ് മൊബൈൽ ആപ്ലിക്കേഷൻ. അപ്പോൾ ഇതിൻ്റെ വലത് സൈഡ് ഞാൻ ഇവിടെ കാണിക്കുന്ന സ്ക്രീൻ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ചാനലിൻ്റെ ഇതൊരു സംഭവം കൂടെയാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് നമ്മൾ ഇടത് സൈഡിൽ നിന്നുള്ള ഫോണിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലോഗിൻ ചെയ്യുന്നതിനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ഫസ്റ്റ് ടൈം നമ്മൾ ലോഗിൻ ചെയ്യുക. ഇടത് സൈഡിലുള്ള മൊബൈൽ സ്ക്രീനിലാണ് നമ്മൾ ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്തു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കുമ്പോൾ സറോദ കൈറ്റ്സ് എന്ന് പറഞ്ഞ മൊബൈൽ ആപ്ലിക്കേഷൻ ഇങ്ങനെയായിരിക്കും ഓണായി വരുന്നത്. ഇവിടെ നമുക്ക് ഏറ്റവും താഴെ ഇടത് സൈഡ് വാച്ച് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനിലായിരിക്കും വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനെ ഒരു കാര്യങ്ങളും വന്നിട്ടുണ്ടാവില്ല. ഇവിടെ മുകളിൽ ഞാൻ കാണിച്ചു തരാം. ഇവിടെ മുകളിൽ വാച്ച് ലിസ്റ്റ് 1, 2 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെ ഒന്നും കാണില്ല. ചിലപ്പോൾ ഇതാ ഇത്രയും വെറും ബ്ലാങ്ക് ആയിട്ടായിരിക്കും കിടക്കുന്നത്. അത് കഴിഞ്ഞ് ഇവിടെ ഓർഡേഴ്സ് ഏറ്റവും താഴെ നോക്കിയാൽ ഓർഡേഴ്സ് എന്ന് പറഞ്ഞ് നോക്കിയാൽ അവിടെ ഒന്നും ഉണ്ടാവില്ല. പോർട്ട്ഫോളിയോ നോക്കിയാലും ഒന്നും ഉണ്ടാവില്ല. ടൂൾസ് എന്ന് പറഞ്ഞാലും ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ടോട്ടൽ നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ ഒരു ഫ്രഷ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ പലരും കുറച്ചൊക്കെ എവിടെന്നെങ്കിലുമൊക്കെ നോക്കിയതിന് ശേഷം എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഏറ്റവും മുകളിൽ നമ്മൾ ഇവിടെ വാച്ച് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെ ഇടത് സൈഡ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് വാച്ച് ലിസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് വരിക. അതിനുശേഷം നമുക്ക് ഏറ്റവും മുകളിൽ കണ്ടോ ഇതാ ഇവിടെ ഞാൻ കാണിക്കുന്ന ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഒരു 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 ഓവർ വ്യൂ എന്ന് പറഞ്ഞിട്ട് നിഫ്റ്റി 50 ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഇങ്ങനെ കണ്ടോ മാർക്കറ്റ് ഏത് ലെവലിലാണ് പോകുന്നത്, നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഇത് നമുക്ക് ഇഷ്ടമുള്ളത് ആഡ് ചെയ്ത് വയ്ക്കാം കേട്ടോ. അപ്പോൾ അത് ഞാൻ പിന്നെ പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് നിഫ്റ്റി ഇപ്പോൾ എത്ര പോയിന്റിലാണ് നിൽക്കുന്നത് പെട്ടെന്ന് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇന്ന് നിഫ്റ്റി എത്രയിലാണ്, അപ്പോൾ അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി അല്ലെങ്കിൽ സെൻസെക്സ് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി വളരെ എളുപ്പമാണ്. ഇവിടെ വാച്ചിൽ മുകളിൽ ഒരു ഒരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി അല്ലെങ്കിൽ സെൻസെക്സോ നമുക്കിവിടെ നമ്മൾ ഏതാണോ ആഡ് ചെയ്ത് വയ്ക്കുന്നത് അത് നമുക്കിവിടെ കാണാം. അത് കഴിഞ്ഞ് നമുക്ക് അവിടെ തന്നെ കാണാൻ പറ്റുന്ന ഒന്നാണ് ഫണ്ട്. അപ്പോൾ ഇക്വിറ്റി, കമ്മോഡിറ്റി എന്ന് പറഞ്ഞു വന്ന് രണ്ട് ഫണ്ട് നമുക്കിവിടെ കാണാം. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ ട്രേഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ആപ്ലിക്കേഷനകത്തേക്ക് നമ്മൾ ഫണ്ട് ആഡ് ചെയ്യണം. ഫണ്ട് ആഡ് ചെയ്താൽ മാത്രമേ നമുക്ക് പൈസ ആഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ പൈസ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഏറ്റവും താഴെ വലത് സൈഡ് കണ്ടോ നമ്മുടെ പ്രൊഫൈലായിരിക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇവിടെ ഫണ്ട് എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷൻ വരും കണ്ടോ, ഫണ്ട് എന്ന് പറഞ്ഞിട്ട്, ഫണ്ട്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇക്വിറ്റി എന്നും കമ്മോഡിറ്റി എന്ന് പറഞ്ഞും രണ്ട് ഓപ്ഷൻ കാണും. ഇതിൽ ഇക്വിറ്റി എന്ന് പറയുന്നത് നമുക്ക് സാധാരണ ഇപ്പോൾ ഏതെങ്കിലും കമ്പനികളുടെ സ്റ്റോക്കുകൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇക്വിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതായത് നമുക്ക് ടാറ്റ മോട്ടോഴ്സ് അല്ലെങ്കിൽ വിപ്രോ അല്ലെങ്കിൽ നമുക്ക് അടുത്ത് നമ്മുടെ തന്നെ കാണുന്ന SBI ബാങ്ക്, അപ്പോൾ ഇങ്ങനെയുള്ള പലവിധ കമ്പനികളുടെ, പല സെക്ടറിലുള്ള കമ്പനികളുടെ ഷെയറുകൾ, നമ്മൾ ഓഹരികൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇക്വിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷനിലാണ് ഫണ്ട് ആഡ് ചെയ്യേണ്ടത്. നമ്മൾ ഈ കമ്മോഡിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഈ ആഡ് ഫണ്ട് കൊടുത്ത് പൈസ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്രൂഡ് ഓയിൽ അതുപോലെയുള്ള കമ്മോഡിറ്റി ചരക്കുകളാണ് നമുക്ക് വാങ്ങാൻ പറ്റുന്നത്. ക്രൂഡ് ഓയിൽ മാത്രമല്ല ഒരുപാട് സംഭവങ്ങളുണ്ട്, സിൽവർ, ഗോൾഡ്, ഇങ്ങനെയുള്ള ചരക്കുകൾ നമുക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കമ്മോഡിറ്റിയിലാണ് ഫണ്ട് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഈ കമ്മോഡിറ്റിയിൽ പൈസ ആഡ് ചെയ്യാതിരിക്കുക. സാധാരണ എല്ലാവരും ഇക്വിറ്റിയാണ് തുടക്കക്കാർ പഠിക്കുന്നത്. ഇക്വിറ്റിയാണ് വിവിധ കമ്പനികളുടെ ഷെയറുകൾ നമുക്ക് വാങ്ങാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഇക്വിറ്റി സെലക്ട് ചെയ്തു. അതിനുശേഷം നമുക്കിവിടെ ആഡ് ഫണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ. നമുക്കിവിടെ ഫസ്റ്റ് അവൈലബിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ മിക്കവാറും നിങ്ങൾക്ക് 0 ആയിരിക്കും കിടപ്പുണ്ടാവുന്നത്. അപ്പോൾ 0 ആണ് കിടക്കുന്നതെങ്കിൽ നിങ്ങൾക്ക്
പൈസ ആഡ് ചെയ്തിട്ടില്ല. നിങ്ങൾ പൈസ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എത്ര രൂപയാണ് ആഡ് ചെയ്യുന്നത് ആ എമൗണ്ട് ഇവിടെ കാണും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആ പൈസ ആഡ് ചെയ്യാൻ മിക്ക ആൾക്കാർക്കും ഇത് അറിയായിരിക്കും, എന്നാൽ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ടെന്നേ ഉള്ളൂ. ഈ ആഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മൾ എത്ര രൂപയാണോ ആഡ് ചെയ്യുന്നത് ആ എമൗണ്ട് നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഒരു 1000 രൂപയാണെങ്കിൽ 1000 രൂപ എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ബാങ്ക് ഏതാണോ അതിവിടെ തൊട്ട് താഴെ കാണിക്കുക. അതായത് നമ്മൾ സറോദ അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് ഏതാണോ അതിവിടെ കാണിക്കും. അതിനുശേഷം നമുക്ക് ഇവിടെ കണ്ടോ UPI ആപ്പ്, ഗൂഗിൾ പേ ഏത് വേണമെങ്കിലും ക്ലിക്ക് ചെയ്തിട്ട് അത് നമ്മുടെ റീഡയറക്റ്റ് ആവും. നമുക്ക് അവിടെ പേയ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ആയിരിക്കും ഈ പൈസ വരുന്നത്. ഈ പൈസ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വിഡ്രോ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിൻവലിക്കാനും പറ്റും. നമ്മൾ വിഡ്രോയിൽ ഓപ്ഷൻ കൊടുത്ത് ഇവിടെ എമൗണ്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ എത്ര രൂപയാണ്, ഇപ്പോൾ എനിക്ക് പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ കാണിക്കുന്നത്. അത് കമ്മോഡിറ്റിയിൽ ആഡ് ചെയ്താലും ഇതേ ഓപ്ഷൻ തന്നെയാണ്. നമുക്ക് എമൗണ്ട് ഇവിടെ എമൗണ്ട് ടു വിഡ്രോ എന്ന് പറയുന്ന ഓപ്ഷനിൽ ഇവിടെ എമൗണ്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത സ്റ്റോക്ക് മാർക്കറ്റ് വർക്കിംഗ് ഡേയിൽ 11 മണിക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇത് ക്രെഡിറ്റ് ആവും. വളരെ സിമ്പിൾ അല്ലേ? അപ്പോൾ ഇനി നമ്മളിവിടെ പൈസ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്ത ഫണ്ട് എത്ര രൂപ പൈസ എടുത്തു, പേ ഔട്ട്, സ്പാന്, ഡെലിവറി മാർജിൻ എത്ര, എക്സ്പ്രഷർ, ഓപ്ഷൻ പ്രീമിയം എത്ര, ഇങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും നമുക്കിവിടെ തന്നെ കാണാനും പറ്റും. അപ്പോൾ ഫണ്ട് ആഡ് ചെയ്യാനും പിൻവലിക്കാനും നിങ്ങൾ മനസ്സിലാക്കി, അതായത് ബാങ്ക് അക്കൗണ്ടിൽ നിന്നും സറോദയിലേക്ക്. ഇനി നമ്മൾ ഫണ്ടൊക്കെ ആഡ് ചെയ്ത് വച്ചു. ഇനി നമുക്ക് കുറച്ച് കാര്യം ഇവിടെയുള്ള ഈ സെറ്റിങ്സിൽ ഇതിൽ വരുന്ന കുറച്ച് കാര്യം കൂടെ ഞാൻ പറഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള സ്റ്റോക്ക് വാങ്ങുന്നതിനെ പറ്റിയൊക്കെ പറയാം. അപ്പോൾ ഫണ്ട് ആഡ് ചെയ്യുന്ന ഈ ഓപ്ഷനാണ്. പിന്നെ ആപ്പ് കോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് കമ്പ്യൂട്ടറിൽ നമുക്ക് സറോദ ആപ്പ് ഉപയോഗിക്കാൻ പറ്റും. സറോദ ആപ്പ് കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ആപ്പ് കോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിച്ച് കോഡ് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് സറോദ ലോഗിൻ എന്ന് പറഞ്ഞ് കമ്പ്യൂട്ടറിൽ ലോഗിൻ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെ വരുന്നൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൊഫൈല്. നമ്മുടെ പ്രൊഫൈല് തന്നെയാണ് ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം നമുക്ക് കാണാം. അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ നോക്കാം, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട്, പാൻ കാർഡ്, നോമിനി ഡീറ്റെയിൽ എല്ലാം നിങ്ങൾക്ക് ഈ പ്രൊഫൈൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ നോക്കിയിട്ട് കണ്ടുപിടിക്കാം. പിന്നെ സെറ്റിങ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. സെറ്റിങ്സ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് കാര്യം ഒന്ന് നോക്കേണ്ടതുണ്ട്. നമ്മൾ തീം ഡിഫോൾട്ടായിട്ട് ഇടുക, ഓർഡർ നോട്ടിഫിക്കേഷൻ നമ്മൾ ഓൺ ചെയ്തിടുക, സ്റ്റിക്കി ഓർഡർ വിൻഡോ ഇത് നമ്മൾ ഓൺ ചെയ്യുക, ആക്സസിബിലിറ്റി മോഡ് ഓൺ ചെയ്തിടുക. പിന്നെ വരുന്ന ഫുൾ സ്ക്രീനാണ്. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മൊബൈലിൽ ഫുള്ളായിട്ട് കാണണോ ചെറുതായിട്ട് കാണണോ എന്നുള്ളതാണ്. അപ്പോൾ ഇത് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അത്ര ആവശ്യമുള്ള കാര്യങ്ങളല്ല എങ്കിലും നമുക്ക് ഇവിടെ താഴേക്ക് വരുമ്പോൾ ഒരു കാര്യം കൂടെ ഉണ്ട്. നമുക്ക് ട്രേഡിംഗ് വ്യൂ എന്നും ചാർട്ട് IQ എന്ന് പറഞ്ഞിട്ട് 2 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ സാധാരണ എല്ലാവരും ട്രേഡിംഗ് വ്യൂ ആണ് ഉപയോഗിക്കുന്നത്. ഞാൻ സിസ്റ്റത്തിൽ കാണിച്ചു തരാം. അതായത് ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്നത് നമുക്ക് ചാർട്ടാണ്. ചാർട്ട് കാണുന്നതിന് IQ എന്ന് പറയുന്നത് മറ്റൊരു ചാർട്ടാണ്. അപ്പോൾ ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്ന ചാർട്ട് കുറച്ച് ബെറ്റർ ആയിട്ട് ആണ് എനിക്ക് തോന്നിയിട്ടുള്ള ചാർട്ട് IQ ഒക്കെ. അപ്പോൾ നിങ്ങൾ ട്രേഡിംഗ് വ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിന് താഴേക്ക് വരുന്നത് വാച്ച് ലിസ്റ്റ് ചേഞ്ച് എന്നുള്ളതാണ്. അപ്പോൾ വാച്ച് ലിസ്റ്റിനെ പറ്റി ഞാൻ അടുത്ത് പറയാം. അതുകൊണ്ട് ഇവിടെ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്കിവിടെ ബാക്ക് ബട്ടൺ പോവാം. നമ്മൾ മെയിൻ ഇൻ്റർഫേസിൽ വന്നു. അപ്പോൾ ഇതാണ് ഈ ലാൻ എന്ന് പറഞ്ഞ നമ്മുടെ പ്രൊഫൈലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ. അത് കഴിഞ്ഞ് നമുക്കിവിടെ വാച്ച് ലിസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് വരാം. നമ്മളിനി ഒരു സ്റ്റോക്ക് വാങ്ങുന്നുണ്ട് എന്ന് കരുതുക. അതായത് നമുക്ക് ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങണമല്ലോ. വാങ്ങിയാലല്ലേ നമുക്കത് ആ സ്റ്റോക്ക് നമ്മൾ ട്രേഡ് ചെയ്യണം, അല്ലെങ്കിൽ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഒരു സ്റ്റോക്ക് വാങ്ങുന്നതിനാണ്. അപ്പോൾ നമുക്കിതിന് വേണ്ടിയിട്ട് കുറേ അധികം വാച്ച് ലിസ്റ്റ് ഉണ്ട്. സാധാരണ നമ്മൾ മറ്റേതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ എടുക്കുകയാണെങ്കിൽ, അപ്പോൾ നമ്മൾ ഏഞ്ചൽ ഒക്കെ ആപ്ലിക്കേഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഈ വാച്ച് ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അല്ല വരണം. നമുക്ക് നിഫ്റ്റി 50, പിന്നെ നമുക്ക് അന്നത്തെ ട്രേഡിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ കുറേ അധികം ഓപ്ഷൻസുകളൊക്കെ വരും. നമ്മൾ ഗ്രോയോ ഏഞ്ചൽ അപ്പോൾ ആപ്പ് സ്റ്റോക്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് അറിയാവുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ തന്നെ മോസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്ത സ്റ്റോക്ക് ഏതാണ്, അല്ലെങ്കിൽ ഏറ്റവും വോളിയം കുറവുള്ളത് ഏതാണ്, ഇന്ന് വില കുറഞ്ഞത് ഏത് കൂടി. അപ്പോൾ ഈ സറോദ എന്ന് പറയുന്ന നമ്മളെ സറോദ കൈറ്റ് എന്ന് പറഞ്ഞ മൊബൈൽ ആപ്ലിക്കേഷനകത്ത് നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്കില്ല. അപ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ തന്നെ സ്റ്റോക്ക് സ്ക്രീനർ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കണം നല്ല സ്റ്റോക്കുകൾ ഏതാണെന്ന്. അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ സ്റ്റോക്കുകൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ഇതുപോലെ ഈ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വയ്ക്കാൻ പറ്റും. ആഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിലുകൾ നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വാച്ച് ലിസ്റ്റിൽ ഞാനിവിടെ കുറേ വാച്ച് ലിസ്റ്റുകൾ ഇങ്ങനെ വാച്ച് ലിസ്റ്റ് 1, 2 അപ്പോൾ ഇതിലൊക്കെ ഇങ്ങനെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഡിഫോൾട്ടായിട്ട് ഈ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ഇങ്ങനെ
സെക്ടറുകൾ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തന്നെ ഡീറ്റെയിലുകളും നമുക്ക് നോക്കാനൊക്കെ പറ്റും. അപ്പോൾ വാച്ച് ലിസ്റ്റിൽ നമുക്ക് ഇത് ഇൻഡെക്സുകളും ആഡ് ചെയ്ത് വയ്ക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഒരു ഫ്രഷ് വാച്ച് ലിസ്റ്റ് എടുക്കാം. ഫ്രഷ് വാച്ച് ലിസ്റ്റ് എടുത്തു. ഇവിടെ നമ്മളിവിടെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കൊരു സ്റ്റോക്ക് ഇവിടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിതാ ഇവിടെ കണ്ടോ, ഈ സെർച്ച് എന്നുള്ളതിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു സ്റ്റോക്ക് നമ്മൾ സെർച്ച് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ നമ്മളിവിടെ ടാറ്റ എന്ന് സെർച്ച് ചെയ്യുകയാണ്. ഡൺ കൊടുത്തു. സിമ്പൽ വന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ടാറ്റ കണ്ടോ, ടാറ്റ എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ ടാറ്റ എന്ന് പറഞ്ഞ് കമ്പനിയുടെ പല ഷെയറുകളും വരും. അപ്പോൾ നമ്മൾ ടാറ്റ മോട്ടോഴ്സ് എന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ടാറ്റ മോട്ടോഴ്സിൻ്റെ തന്നെ 2 സ്റ്റോക്കുകൾ നമുക്കിവിടെ കാണിക്കും. ഒന്ന് NSEയിലും ഒന്ന് BSEയിലും. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളതും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളതുമായിട്ടുള്ള 2 ടാറ്റ മോട്ടോഴ്സ് നമുക്ക് ഈ ആപ്പിനകത്ത് കാണാം. അപ്പോൾ നമുക്ക് ഈ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാൻ നമുക്ക് ഈ പ്ലസ് ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ടിക്ക് മാർക്ക് വരും. ഇനി നമുക്ക് ബാക്ക് എടുക്കാം. ബാക്ക് എടുത്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ടാറ്റ മോട്ടോഴ്സ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് മറ്റൊരു സ്റ്റോക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്. വീണ്ടും നമുക്ക് ഈ സെർച്ചിൽ നമുക്ക് മറ്റൊരു സ്റ്റോക്കിനെ ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് ഇപ്പോൾ വേദാന്ത എന്ന് നമ്മൾ അല്ലെങ്കിൽ ഒരുപാടുണ്ട്. അവിടെ വേദാന്ത എന്ന് പറഞ്ഞ് അടിക്കുമ്പോഴല്ല VDL ആണ്. അതവിടെ താഴെ വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ വേദാന്ത എന്ന് പറയുന്നത് VDL ആണ്. അപ്പോൾ ചിലതിന് ഇങ്ങനെ കോഡും ഉണ്ട്. അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതിനെ ഒന്ന് ക്ലിക്ക് ചെയ്തു. ഇനി നമ്മൾ ബാക്ക് ബട്ടൺ എടുക്കുമ്പോൾ 2 സ്റ്റോക്ക് ഇവിടെ ആഡ് ആയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്റ്റോക്കുകൾ ആഡ് ചെയ്യുന്നത്. വളരെ സിമ്പിൾ അല്ലേ. അപ്പോൾ നമ്മൾ ഈ സ്റ്റോക്ക് ആഡ് ചെയ്തു. ഇത് സ്റ്റോക്ക് ആഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങിയെന്നല്ല, നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്റ്റോക്കിൻ്റെ വിലകൾ കൂടുകയാണോ കുറയുകയാണോ അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഈ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തത്. നിങ്ങൾക്ക് ഈ ഫസ്റ്റ് വാച്ച് ലിസ്റ്റിലേക്ക് നിങ്ങൾ ആഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം നമുക്ക് ഇവിടെ ഈ വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്തതിന് ശേഷം ഇവിടെ ഈ ഓപ്ഷൻ കണ്ടോ. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഫിൽട്ടർ ചെയ്യാം. NSE ആണോ BSE ആണോ. ഇതിൽ നമുക്ക് ആൽഫബറ്റിക് ഓർഡറിൽ അല്ലെങ്കിൽ നമുക്ക് പ്രൈസ് ചേഞ്ച് അല്ലെങ്കിൽ ലാസ്റ്റ് ട്രേഡ് പ്രൈസ് ഇങ്ങനെ നമുക്ക് നോക്കിയിട്ട് ഇതിനെ നമുക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ള സ്റ്റോക്കുകൾ ഇങ്ങനെ ആഡ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ആഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ സ്റ്റോക്കുകൾ കണ്ടുപിടിക്കാൻ പറ്റും വാങ്ങാൻ. അപ്പോൾ ഞാനിവിടെ കണ്ടോ, ഒന്നാമത്തേൽ കുറേ അധികം സ്റ്റോക്കുകൾ ഇങ്ങനെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെച്ചു. അപ്പോൾ നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്റ്റോക്കുകൾ ആഡ് ചെയ്ത് വെച്ചു. മണപ്പുറം, പവർ ഗ്രിഡ്, അശോക് ലൈലാൻഡ് ഇങ്ങനെ കുറേ. അപ്പോൾ ഞാനിത് വെറുതെ കാണിക്കുന്നതാണ് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി, അല്ലാതെ ഈ സ്റ്റോക്കുകൾ വാങ്ങാൻ വേണ്ടി സജസ്റ്റ് ചെയ്യുന്നതോ അങ്ങനെ ഒന്നുമല്ല. അപ്പോൾ ഇതിൻ്റെ വില ഇവിടെ കാണാം, 200 രൂപ. അശോക് ലൈലാൻഡ് 183, JSW സ്റ്റീൽ 808, ഹിൻഡാൽക്കോ ഇങ്ങനെ കുറേ അധികം കാണാം. ഇത് ഇന്നത്തെ പ്രൈസ് ചേഞ്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളും കാണാം. ഇനി നമുക്ക് ഈ മണപ്പുറം അല്ലെങ്കിൽ പവർ ഗ്രിഡ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഓപ്ഷൻ വരും. ബൈ ചെയ്യാൻ ഈ ബൈ എന്ന ഓപ്ഷനും സെല് ചെയ്യാൻ ഈ സെൽ എന്ന ഓപ്ഷൻ. അതായത് വാങ്ങാനാണെങ്കിൽ ബൈ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സെൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ വിൽക്കാനാണെങ്കിൽ. നമുക്ക് ഇൻട്രാഡേ ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ സെല്ല് ചെയ്യാൻ പറ്റും, വാങ്ങാതെ തന്നെ. ഫസ്റ്റ് നമ്മൾ സ്റ്റോക്ക് ലോങ് ടൈമിലേക്കാണെങ്കിൽ ബൈ ആണ്. അപ്പോൾ അതെങ്ങനെയാണെന്നും കൂടെ കാണിച്ചു തരാം. അതിനു മുന്നേ നമുക്ക് ഈ ചാർട്ടില്ലേ ഇവിടെ വലത് സൈഡ് കാണിക്കുന്ന, അതേപോലെ ഒരു ചാർട്ട് നമുക്ക് മൊബൈൽ ഫോണിൽ കാണാൻ പറ്റും. വ്യൂ ചാർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ചാർട്ട് നോക്കാൻ പറ്റും. ചാർട്ട് നോക്കുമ്പോൾ ആ സ്റ്റോക്കിൻ്റെ ഇന്നത്തെ വില എങ്ങനെയാണ്. അപ്പോൾ മൊബൈലിൽ പെട്ടെന്ന് ലോഡ് ആവാത്തതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇങ്ങനെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് നോക്കിയിട്ട് സ്റ്റോക്ക് വാങ്ങാൻ പറ്റും. ചാർട്ട് നോക്കിയിട്ട് അതെങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. അതിന് മുന്നേ നമുക്ക് ബൈ ചെയ്യുന്ന എങ്ങനെയെന്ന്, വാങ്ങുന്ന എങ്ങനെയെന്ന് പറഞ്ഞു തരാം. നമ്മൾ വാങ്ങാൻ വേണ്ടി ബൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കുറേ ഓപ്ഷൻസ് വരും. അപ്പോൾ ഭയങ്കര സംശയം ഉണ്ടാവും, ഇതെങ്ങനെയാണ് ഒരു സ്റ്റോക്ക് വാങ്ങുന്നത്, ഇതിൽ എന്തൊക്കെ ഓപ്ഷൻസ് ആണ്. വളരെ സിമ്പിളാണ്.
നമ്മൾ ആദ്യം തീരുമാനിക്കേണ്ടത് ഈ സ്റ്റോക്ക് എവിടെ നിന്നാണ് വാങ്ങേണ്ടത്. നമുക്ക് BSEയിലും വാങ്ങാം, NSEയിലും വാങ്ങാം. അപ്പോൾ എല്ലാവരും കൂടുതലും NSE ആണ് സെലക്ട് ചെയ്യുന്നത്. കാരണം NSE ആണ് കുറച്ചുകൂടെ കമ്പ്യൂട്ടർ അധിഷ്ഠിതമായിട്ടുള്ള പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ NSE തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്കിവിടെ റെഗുലർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് വാങ്ങുന്നത് റെഗുലർ ആയിട്ടുള്ള ഒരു ഓർഡർ ആയിട്ടാണ്. സാധാരണ എല്ലാവരും വാങ്ങുന്നത് റെഗുലർ ആയിട്ടാണ്. റെഗുലർ ആയിട്ടെന്ന് പറഞ്ഞാൽ നമ്മളൊരു ലോങ് ടൈമിലേക്ക്, ദീർഘനാളത്തേക്ക് ഒരു നിക്ഷേപത്തിന് വേണ്ടി 1 വർഷമോ 2 വർഷമോ അല്ലെ 10 വർഷമോ 100 വർഷമോ ഒക്കെ നമുക്ക് സ്റ്റോക്ക് വാങ്ങിയിട്ടിരിക്കാം. അങ്ങനെ വാങ്ങിയിടുമ്പോഴാണ് നിറയെ പ്രോഫിറ്റും കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഇത്തരത്തിലാണ് സ്റ്റോക്കുകൾ വാങ്ങുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ റെഗുലർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിക്കാം. അതിനുശേഷം നമുക്ക് ഇവിടെ എത്ര ക്വാണ്ടിറ്റി, ഈ കവർ എന്ന് പറയുന്നത് അത് ഞാൻ പറഞ്ഞുതരാം. AMO എന്ന് പറയുന്ന കവർ, AMO, ഐസ്ബർഗ്, ഇങ്ങനെ കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ബേസിക് ആയിട്ടുള്ളത് നോക്കാം. റെഗുലർ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മളിവിടെ എത്ര ക്വാണ്ടിറ്റി വാങ്ങണം അത് നമ്മളവിടെ സെലക്ട് ചെയ്യുക. ഇവിടെ 1 എന്ന് എഴുതിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കയ്യിൽ എത്ര രൂപയുണ്ടോ ആ എമൗണ്ടിന് നമുക്ക് വാങ്ങാൻ പറ്റും. നമ്മളിവിടെ 10 ക്വാണ്ടിറ്റി എന്ന് സെലക്ട് ചെയ്തു. നമുക്കിവിടെ മാർജിൻ എത്രയെന്ന് കാണാം, നമുക്കിവിടെ ചാർജ് എത്രയെന്ന് കാണാം, നമ്മുടെ കയ്യിൽ എത്ര രൂപയുണ്ട് എന്ന് നമുക്കവിടെ നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ മാർജിൻ 1436 രൂപ ഉണ്ട്. പക്ഷെ നമ്മൾ എമൗണ്ട് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും. മാർജിൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അതൊന്നും നിങ്ങളിപ്പോൾ നോക്കണ്ട. നിങ്ങളിപ്പോൾ പൈസ ആഡ് ചെയ്തു, ഒരു 1000 രൂപ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1000 രൂപ നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിലുണ്ടല്ലോ. അപ്പോൾ നമുക്ക് സർവ്വത കൈറ്റ്സ് ആപ്പിനകത്ത് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ക്വാണ്ടിറ്റി സെലക്ട് ചെയ്തു. ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് ഒരു ക്വാണ്ടിറ്റി സെലക്ട് ചെയ്യും. അതിനുശേഷം പ്രൈസ്. ഈ പ്രൈസ് എന്ന് പറയുന്നത് നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്ന സമയത്ത് രാവിലെ 9 മണി മുതൽ 3:30 വരെ നമുക്ക് എല്ലാ ദിവസമല്ല, ഇന്നിപ്പോൾ മാർക്കറ്റ് അവധിയാണ്. അവധി അല്ലാത്ത ദിവസങ്ങളിൽ തിങ്കൾ മുതൽ വെള്ളി വരെയാണ് നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്നത്. ആ സമയത്ത് മാർക്കറ്റ് പ്രൈസിലും നമുക്കിത് വാങ്ങാൻ പറ്റും. നമുക്കിഷ്ടമുള്ള പ്രൈസിന് നമുക്ക് വാങ്ങാം. നമുക്കിഷ്ടമുള്ള പ്രൈസ് എന്ന് പറയുമ്പോൾ നമുക്കിത് ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഡെപ്ത് അത് ഞാനൊന്ന് കാണിച്ചു തരാം. അതിനു മുന്നേ ഇവിടെ പെൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇപ്പോൾ നമ്മൾ കണ്ടോ 140 എന്ന് അടിച്ചു. അതായത് നമ്മൾ ഇതിന്റെ ഇപ്പോഴത്തെ വില 143 രൂപയാണ്. നമ്മൾ 140 എന്ന് ഇവിടെ അടിച്ചതിന് ശേഷം ടാപ്പ് ടു ബൈ കൊടുക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് മണപ്പുറം ഇവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നതെങ്കിൽ ഇതിങ്ങനെ താഴെ വരുമ്പോഴായിരിക്കും 140 ആവുന്നത്. അപ്പോൾ 140 എപ്പോഴാകുമോ ഇവിടെ കണ്ടോ, ഇതിപ്പോൾ 155 വരെ ഇന്ന് പോയി മണപ്പുറം. അപ്പോൾ ഇന്നല്ല, കഴിഞ്ഞ മാർക്കറ്റ് ഓപ്പൺ ആയിരുന്ന സമയത്ത്. അപ്പോൾ ഇതിങ്ങനെ 143 ഇപ്പോൾ നിൽക്കുന്നത്. ഇനി ഇത് താഴേക്ക് വരികയാണെങ്കിൽ 140 ആകുമ്പോൾ നമുക്ക് വാങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മൾ 140 കൊടുത്ത് ടാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ ഓർഡർ പ്ലേസ് ചെയ്ത് കിടക്കും. 140 ആകുമ്പോൾ ഇത് എക്സ്ചേഞ്ചിൽ അയക്കുകയും നമുക്ക് എക്സിക്യൂട്ട് ആവുകയും ചെയ്യും, ഓർഡർ പ്ലേസ് ആവും. ഇനിയല്ല, നമ്മൾ ഇതേ പ്രൈസിന് തന്നെ വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഇവിടെ മാർക്കറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ തന്നെ നമുക്ക് ടൈപ്പ് ചെയ്താൽ മതി. ഈ മാർക്കറ്റ് എന്ന് പറഞ്ഞ് ഇപ്പം ഞാൻ ഇത് രണ്ടും പറഞ്ഞില്ല, അതിന് മുന്നെയാണ് ഈ ടൈപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നത്. ഈ മാർക്കറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യും, ഈ മാർക്കറ്റിലെ ഇതേ വിലയ്ക്ക് തന്നെ നമ്മൾ വാങ്ങുന്നതാണ് മാർക്കറ്റ്. നമ്മൾ ഈ ലിമിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്കിവിടെ എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നത്, നമുക്ക് ഇഷ്ടമുള്ള വിലയ്ക്ക്. പിന്നെ ബാക്കി ഇത് രണ്ടും പറഞ്ഞു തരാം. അതിനു മുന്നേ ഈ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ് 2 ഓപ്ഷൻ ഉണ്ട്. CNC ലോങ് ടൈം, ഇൻട്രാഡേ MIS എന്ന് പറഞ്ഞുകൊണ്ട്. ഇൻട്രാഡേ എന്ന് പറഞ്ഞാൽ ഇന്ന് തന്നെ വാങ്ങി ഇന്ന് തന്നെ വിൽക്കുകയാണെങ്കിൽ നമ്മൾ ഈ വിലയ്ക്ക് വാങ്ങി ഇന്ന് തന്നെ അത് കുറച്ച് വില കൂടുമ്പോൾ വിൽക്കുന്നു എന്നുള്ള ഒരു ഉദ്ദേശമാണെങ്കിൽ നമുക്ക് ഇൻട്രാഡേ സെലക്ട് ചെയ്ത് ടാപ്പ് ടു ബൈ കൊടുക്കാം. നമ്മൾ ലോങ് ടൈമിലേക്കാണ് വാങ്ങുന്നതെങ്കിൽ നമുക്ക് ഈ ലോങ് ടൈം CNC എന്ന് പറയുന്ന ലോങ് ടൈം എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് ടാപ്പ് ടു ബൈ കൊടുക്കാം. അപ്പോൾ അത് രണ്ടും നിങ്ങൾ ഓർമ്മിക്കുക. അതിനുശേഷം ലിമിറ്റ് ആണോ മാർക്കറ്റ് ആണോ എന്ന് സെലക്ട് ചെയ്തു. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ നമുക്ക് 2-3 ഓപ്ഷൻസ് ഇവിടെ വരും. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ വാങ്ങുമ്പോൾ ഈ ഓപ്ഷൻസുകൾ ഉപയോഗിക്കാതിരിക്കുക. നമ്മൾ സ്റ്റോപ്പ് ലോസ് 1 വർഷത്തേക്ക് വയ്ക്കുന്നതിനാണ് GTT ഓർഡർ എന്ന് പറയുന്നത്. സെറ്റ് ടാർഗറ്റ്, നമുക്ക് സ്റ്റോപ്പ് ലോസും നമുക്ക് മുകളിലേക്ക് സെറ്റ് ടാർഗറ്റും പ്ലേസ് ചെയ്യാൻ പറ്റും. അതാണ് ഈ സെറ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതും കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കുക. അത് നമ്മൾ ആദ്യം ഒരു സ്റ്റോക്കൊക്കെ വാങ്ങി നോക്കുക, അത് കഴിഞ്ഞ് അതിൻ്റെ വില കൂടുമ്പോൾ വിറ്റ് നോക്കുക. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഈ സ്റ്റോപ്പ് ലോസ് GTT പോലെയുള്ള ടാർഗറ്റ് പോലെയുള്ളതിലേക്കൊക്കെ വരിക. ഈ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ
സെലക്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് കണ്ടോ ട്രിഗർ പ്രൈസ് എത്ര രൂപയ്ക്കാണ് അത് നമുക്ക് തിരിച്ച് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവേണ്ടത്, ആ എമൗണ്ട് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് എടുക്കുക. പിന്നെ നമുക്ക് SLM എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് ഓർഡറിൽ തന്നെ പ്ലേസ് ആവും. അതിനുശേഷം നമുക്ക് ഈ ട്രിഗർ പ്രൈസിൽ അത് എക്സിറ്റ് ആവും. അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ SLM എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ആണ് ഇതിന്റെ ബേസിക് ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ലോങ് ടൈമിലേക്ക് ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്തു. ഇനി എങ്ങനെ നമുക്ക് വാങ്ങാം? ടാപ്പ് ടു ബൈ, ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ചിലത് ഇങ്ങനെ കാണിക്കും. അതിനുശേഷം നമ്മൾ പ്രൊസീഡ് എന്ന് പറഞ്ഞു കൊടുക്കുക. പ്രൊസീഡ് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ NSE ഡെലിവറി അക്കൗണ്ട് ഹാസ് ആക്ടിവേറ്റ്. അപ്പോൾ ഇതിപ്പോൾ അക്കൗണ്ട് ആക്ടിവേഷൻ അല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ടാപ്പ് ടു ബൈ പ്രൊസീഡ് കൊടുത്തു കഴിയുമ്പോൾ അത് നമ്മുടെ അക്കൗണ്ടിലേക്ക് എക്സിറ്റ് ആവും, അക്കൗണ്ടിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ കണ്ടോ, ഓർഡേഴ്സ്. ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഓപ്പൺ എന്ന് പറഞ്ഞ ഓർഡറിലാണ് വരുന്നത്. നമ്മൾ ലിമിറ്റ് നമുക്ക് ഇഷ്ടമുള്ള വിലയ്ക്കാണെങ്കിൽ നമ്മൾ ഇവിടെ വരും. അതിനുശേഷം ഓർഡർ പ്ലേസ് ആകുമ്പോൾ എക്സിക്യൂട്ടഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ GTT ആയിട്ടൊക്കെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇനി നമ്മൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് നമുക്കൊരു പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞുണ്ട്. ഈ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ അധികം കമ്പനീസിന്റെ ഷെയറുകളൊക്കെ വാങ്ങി വെച്ചിരിക്കുമ്പോൾ നമ്മൾ അതിന് മുന്നേ ഒരു കാര്യം കൂടെ പറയാം. നമ്മൾ എക്സിക്യൂട്ട് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പോർട്ട്ഫോളിയോയിൽ വന്നിട്ട് ഈ പൊസിഷൻ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് അവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതിപ്പോൾ മാർക്കറ്റ് ഓപ്പൺ അല്ല, അല്ലെങ്കിൽ ഞാൻ അത് കാണിച്ചു തരായിരുന്നു ബൈ ചെയ്തിട്ട്. അപ്പോൾ പൊസിഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിയ സ്റ്റോക്കിന്റെ വില കൂടുന്നതും കുറയുന്നതും എല്ലാം നമുക്ക് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഇവിടെ ഹോൾഡിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ദീർഘകാലത്തേക്ക് ഒരു ദിവസം കഴിഞ്ഞാൽ ഈ പൊസിഷനിൽ ആ സ്റ്റോക്ക് കാണില്ല, ഈ ഹോൾഡിങ്സിലായിരിക്കും. ലോങ് ടൈമിലേക്ക് നമ്മൾ വാങ്ങിയിട്ടുള്ള എല്ലാ സ്റ്റോക്കും ഇവിടെ ആയിരിക്കും കാണുന്നത്. അപ്പോൾ ഇത്രയും വളരെ സിമ്പിളായിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്രയും നമുക്ക് മനസ്സിലായെങ്കിൽ അടുത്ത് നമുക്ക് ടൂൾസ് ആണ്. അപ്പോൾ നമ്മൾ വാച്ച് ലിസ്റ്റിലേക്ക് കുറേ അധികം സ്റ്റോക്കുകൾ ആഡ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നമുക്ക് നല്ല സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കാനൊക്കെ കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഈ പവർ ഗ്രിഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ സെലക്ട് ചെയ്തു, ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്തു. നമുക്കിവിടെ താഴെ കുറേ അധികം കാര്യങ്ങളിവിടെ ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ വാങ്ങാൻ നിൽക്കുന്നവരും വിൽക്കാൻ നിൽക്കുന്നവരുടെയൊക്കെ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. എത്ര വിലയ്ക്കാണ് വാങ്ങാനും വിൽക്കാനും ഒക്കെ നിൽക്കുന്ന ആൾക്കാർ. അപ്പോൾ 20 പേരെ വരെ നമുക്ക് ഒരേ സമയം 20 പേര് വാങ്ങാനും വിൽക്കാനും വിൽക്കുന്ന 20 പേരെ നമുക്കിവിടെ കാണാൻ പറ്റും. വളരെ നല്ലൊരു ഓപ്ഷനാണ്. പക്ഷെ അതുകൊണ്ട് നമുക്ക് ഇതൊന്നും വിശ്വസിച്ച് വാങ്ങാൻ പറ്റും എന്നൊന്നും നിങ്ങൾ കരുതരുത്. അത് കഴിഞ്ഞ് പിന്നെ മാർക്കറ്റ് ഓപ്പൺ ആയത് എത്ര രൂപയ്ക്ക്, ഹൈ എത്ര പോയി, ലോ എത്ര, പ്രീവിയസ് കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്ത് എത്ര പൈസ, ഇതെല്ലാം ഇവിടെ ഡീറ്റെയിൽ കാണാം. പിന്നെ വോളിയം, ആവറേജ് ട്രേഡ് പ്രൈസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളും കാണാം. പിന്നെ നമുക്ക് ഈ സ്റ്റോക്കിന്റെ ഫണ്ടമെന്റൽ അനാലിസിസും ടെക്നിക്കൽ അനാലിസിസും നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഫണ്ടമെന്റൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്താൽ തേർഡ് പാർട്ടി ആപ്ലിക്കേഷനിലേക്ക് പോകും. പക്ഷെ എനിക്കിതൊരു പോരായ്മയായിട്ടാണ് തോന്നിയത്. കാരണം ബാക്കിയുള്ള ആപ്പുകളിലൊക്കെ കുറച്ചുകൂടെ നമുക്ക് അപ്പോഴേ തന്നെ ക്ലിക്ക് ചെയ്ത് കിട്ടും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കിട്ടില്ല എന്നല്ല പറയുന്നത്, പക്ഷെ നമുക്ക് കണ്ടോ ഇങ്ങനെ കിട്ടും. ഇത് വേറൊരു ആപ്പിലേക്ക് പോയിട്ടാണ് നമുക്ക് വരുന്നത്, മറ്റൊരു വിൻഡോ ആണിത്. അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. എന്നാലും മോശമെന്നല്ല, ഇത് വളരെ ബെറ്റർ ആണ്. പിന്നെ ട്രിക്കർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആപ്പ് ഉണ്ട്. അതിലൊക്കെയാണ് നമുക്കിതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ, ഫണ്ടമെന്റൽ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം നമുക്ക് ഈവൻസുകൾ, ന്യൂസുകൾ, ആ സ്റ്റോക്ക് സംബന്ധിച്ച കാര്യങ്ങളെല്ലാം നമുക്കതിൽ നോക്കിയാൽ കാണാം. പിന്നെ വരുന്ന ടെക്നിക്കൽസ് എന്ന് പറഞ്ഞാണ്. ഈ ടെക്നിക്കൽസിൽ നോക്കിക്കഴിഞ്ഞാലും നമുക്കിതിൻ്റെ ടെക്നിക്കൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ എല്ലാം ഒന്നും ഇതിനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമുക്ക് 5 മിനിറ്റിൽ 1 മണിക്കൂറിൽ ഒരു ദിവസം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കാൻ പറ്റും. സ്ട്രാറ്റജി നമുക്ക് ബിൽഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട്, സ്കാനറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളും നമുക്കിവിടെ കാണാം. ചാർട്ട് നോക്കുന്നതിന് മുകളിൽ ചാർട്ടും ഉണ്ട്. ഓപ്ഷൻ ചെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ ട്രേഡിംഗ് ചെയ്യുന്നവർക്കാണ്, ഡെറിവേറ്റീവ് മാർക്കറ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓപ്ഷൻ ചെയിനും നമുക്കവിടെ നോക്കാൻ പറ്റും. ഓപ്ഷൻ ചെയിന് നോക്കിയിട്ട് നമുക്കതിൽ ഓരോ സ്ട്രൈക്കും വാങ്ങാനൊക്കെ പറ്റുന്നതാണ്. അപ്പോൾ അത് നമുക്ക് ആക്ടിവേറ്റ് ചെയ്താൽ മാത്രമേ അത് ബൈ ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അതൊക്കെ ഒരു അഡ്വാൻസ് ലെവലാണെന്ന് നമുക്ക് പറയാം. ആദ്യമായിട്ടൊക്കെ തുടങ്ങുമ്പോൾ നിങ്ങൾ ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും നമ്മൾ തലയിടാതിരിക്കുന്നത് നല്ലത്. ഇവിടെ സ്പോട്ട് 1, 2 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടു. ഇത് നമ്മൾ മുകളിൽ നിഫ്റ്റിയുടെ ഇൻഡെക്സിന് പകരം നമുക്ക് ഇതിനെ വേണമെങ്കിൽ പിൻ ചെയ്ത് വയ്ക്കുന്നതിന് സ്പോട്ട് 1ലോ 2ലോ പിൻ ചെയ്യാനാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ കൂടെ ഉള്ളത്. അതായത് ഞാൻ എന്താ ഇവിടെ കാണിച്ചു തരാം. ഇവിടെ നമുക്കതിനെ പിൻ ചെയ്ത് വയ്ക്കാം ആ സ്റ്റോക്കിന്. അപ്പോൾ ആവശ്യമില്ലെങ്കിൽ നമുക്ക് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഒക്കെ കിടക്കുന്നതായിരിക്കും നല്ലതല്ല, സെൻസെക്സും. അപ്പോൾ ഇതാണ് സ്റ്റോക്ക് വാങ്ങുന്നതും വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്യുന്നതുമായിട്ടുള്ള രീതികൾ. ഇനി ഓർഡേഴ്സ്, പോർട്ട്ഫോളിയോ ഇത്രയും പറഞ്ഞു. അത് കഴിഞ്ഞ് ടൂൾസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്.
ഇവിടെ കണ്ടോ ടൂൾസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാസ്ക്കറ്റ് SIP അലർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ബാസ്ക്കറ്റ് എന്ന് പറയുന്നത് നമുക്ക് കുറേ അധികം കമ്പനീസിൻ്റെ സ്റ്റോക്കുകളെ ഒരുമിച്ച് നമ്മൾ ഒരു കൊട്ടയിലാക്കിയിട്ട് ഒരുമിച്ച് വാങ്ങുന്നുണ്ടെന്ന് പറയില്ലേ, അതേപോലെ അടുത്തൊരു സംഭവമാണ് ബാസ്ക്കറ്റ്. അപ്പോൾ നമ്മളൊരു ന്യൂ ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനൊരു പേര് കൊടുക്കണം. പേര് കൊടുത്തിട്ട് നമ്മൾ കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുമ്പോൾ ഒരു ബാസ്ക്കറ്റ് റെഡിയായി കണ്ടോ. അത് കഴിഞ്ഞ് നമുക്ക് ഈ എഡിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം നമുക്കിത് ഡിലീറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പം നമ്മൾ തൽക്കാലം ഡിലീറ്റ് ചെയ്യുന്നില്ല, ഞാനത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മളിവിടെ ഒരു ബാസ്ക്കറ്റ് ആഡ് ചെയ്തു. ഇനി നമുക്കിതിലേക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാച്ച് ലിസ്റ്റിലേക്ക് പോയിട്ട് നമുക്ക് ഇവിടെ വാച്ച് ലിസ്റ്റിൽ നമ്മൾ ഒരു സ്റ്റോക്ക് വാങ്ങാൻ വേണ്ടി ബൈ കൊടുക്കുക. ബൈ കൊടുക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ ഇത് അവൈലബിൾ ആയിട്ട് ബാസ്ക്കറ്റിൻ്റെത് വന്നിട്ടില്ല. അല്ലാതെ നമുക്ക് സാധാരണ ബാക്കിയുള്ള ഞാൻ ജസ്റ്റ് അത് ഒന്ന് അടുത്തൊരു വീഡിയോയിൽ ഞാൻ ജസ്റ്റ് നല്ല രീതിയിൽ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇതിലൊന്ന് ഈ ബാസ്ക്കറ്റ് ഓർഡർ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് വാങ്ങാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. പിന്നെ വരുന്ന SIP ആണ്. SIP എന്ന് പറയുന്നത് നമുക്ക് എല്ലാ മാസവും ഒരു 10,000 രൂപ അല്ലെങ്കിൽ ഒരു 5,000 അല്ലെങ്കിൽ ഒരു 1,000 രൂപ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് SIP ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ടാറ്റ സ്റ്റീൽ എന്ന് പറഞ്ഞൊരു കമ്പനി 100-110 രൂപയാണ് വില വരുന്നത്. അപ്പോൾ നമുക്ക് 1,000 രൂപ നമ്മൾ SIP എല്ലാ മാസം ഇടുന്നുണ്ടെങ്കിൽ ഒരു 8-9 സ്റ്റോക്ക് നമുക്ക് അതിൽ നിന്ന് കിട്ടും. അല്ലെങ്കിൽ നമുക്കൊരു ഫെഡറൽ ബാങ്ക് കൂടെ ആഡ് ചെയ്താൽ രണ്ടിന്. അപ്പോൾ അടുത്ത മാസം ആകുമ്പോൾ അതിൻ്റെ വില അഡ്ജസ്റ്റ് ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് എല്ലാ മാസവും ഒരു ചിട്ടി കെട്ടുന്നത് പോലെ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോലെ സ്റ്റോക്ക് വാങ്ങുന്നതിനുള്ളൊരു ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് ന്യൂ SIP എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത് പേര് കൊടുക്കാം. അതിനുശേഷം ഫസ്റ്റ് ടാപ്പ് ടു ക്രിയേറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് നമുക്ക് ഈ ബാസ്ക്കറ്റ് അങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറേ അധികം സ്റ്റോക്കുകൾ അതിനകത്ത് ആഡ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം SIP ആയിട്ട് അതിനെ ക്രിയേറ്റ് ചെയ്യുക. പിന്നെ വരുന്നത് അലർട്ടാണ്. നമ്മൾ ഏതെങ്കിലും സ്റ്റോക്കിൽ അലർട്ടൊക്കെ കൊടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിന് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഇത്രയുമാണ് സെറോദ കൈറ്റ്. വളരെയധികം ഉപയോഗിക്കാൻ എളുപ്പമാണ്.